ഹായ് ഫ്രണ്ട്സ്, നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. നമുക്ക് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുകയും ചെയ്യും, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കിയത് കാണാം. വീഡിയോയിലോട്ട് പോകാം കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് ഞാൻ വലിയൊരു ഗ്ലാസ് റവ എടുത്തിട്ടുണ്ട്, അതായത് സൂചി. പിന്നെ ചെറിയൊരു ക്യാരറ്റും എടുത്തിട്ടുണ്ട്. ഇത് തൊലി ചെത്തി ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന പലഹാരത്തിന് പ്രത്യേക ടേസ്റ്റും ഒരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചേർക്കുന്നത് കേട്ടോ, ക്യാരറ്റ് ചേർക്കുന്നത്. ഇത് ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് റവ ഒന്ന് വറുത്തെടുക്കണം. ഇതേ പാൻ അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് വലിയ 2 സ്പൂൺ നെയ്യ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് എടുത്തു വെച്ച റവ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണേ. ഇനി നമുക്കിത് രണ്ടും കൂടി നന്നായിട്ട് വറുത്തെടുക്കണേ കേട്ടോ, ശരിക്കും വറുത്തെടുക്കണേ. ഇപ്പൊ ഈ സമയം ഞാൻ 3 ഗ്ലാസ് പാൽ ഇവിടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ 1 ഗ്ലാസ് റവയ്ക്ക് 3 ഗ്ലാസ് പാലാണ് നമുക്ക് ഇതിലേക്ക് വേണ്ടത് കേട്ടോ. ഇത് അത്യാവശ്യം വറവായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 3/4 ഗ്ലാസ് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. പഞ്ചസാര നിങ്ങളെ മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര കേട്ടോ, ഷുഗർ, അത് നമുക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് ആ പാലിലേക്ക് ഇട്ട് കൊടുത്താലും മതി. നമ്മൾ പാല് തിളപ്പിക്കുമ്പോൾ അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്താലും മതി കേട്ടോ പഞ്ചസാര. നമുക്കിത് നന്നായി ചൂടായി തിളച്ച് പൊന്തിയിട്ടൊന്നുമില്ല, നന്നായി ചൂടായ പാല് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. എൻ്റെ അടുത്ത് 2 ഗ്ലാസ് പാലേ ഉള്ളൂ ഇനി. അപ്പോൾ ഞാൻ 1 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ടാണ് ഇത് തിളപ്പിച്ചത് കേട്ടോ. നിങ്ങൾക്ക് പാലിന് മുഴുവനുള്ളവർക്ക് മുഴുവൻ പാലും ചേർക്കാം. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് നമ്മളിതൊക്കെ ഇളക്കി കൊടുക്കേണ്ടതും നമ്മളിത് പിന്നെ ഉണ്ടാക്കിയെടുക്കേണ്ടത് കേട്ടോ. ആദ്യം ഞാൻ ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് ഇട്ട് വെച്ചിരുന്നത്. റവ വറുത്തതൊക്കെ അങ്ങനെ തന്നെയാണ്. ഇനി നമ്മൾ ഇത് ഇളക്കി കൊടുക്കേണ്ടതൊക്കെ ആ ഒരു ഫ്ലെയിം വെച്ചിട്ട് തന്നെയാണ്. നമുക്കിത് ശരിക്കും ഇങ്ങനെ കുറുക്കി എടുക്കണം കേട്ടോ. അതിലേക്ക് ഇതേ ആവശ്യത്തിന് ഉപ്പ്, ആ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഏലക്ക പഞ്ചസാരയും കൂട്ടി പൊടിച്ചതുണ്ടായിരുന്നേ, അപ്പൊ അത് 2 സ്പൂണോളം നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ 1 ഗ്ലാസ് എടുക്കുകയാണെങ്കിൽ 3 ഗ്ലാസ് പാലെങ്കിലും നമ്മൾ ചേർക്കണമെങ്കിൽ അത് ശരിക്കും ഇത് വെന്ത് കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഒരു ഒട്ടലുണ്ടാവും കേട്ടോ. എങ്കിൽ ഇങ്ങനെ ശരിക്കും നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടതിന് ശേഷം വേണം നമ്മൾ ശരിക്കും ഇതിങ്ങനെ വഴറ്റിയെടുക്കാനേ. ശരിക്കും കുറുക്കിയെടുക്കണം. ചട്ടിയിൽ നിന്ന് വേറിട്ട് വരുന്ന ആ സമയം വരെ നമ്മൾ ഇതാണ് ഇതിൻ്റെ പരുവ കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാനായിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കണം. അതിന് വേണ്ടി ഇതേ പ്ലേറ്റിൽ നമുക്ക് നെയ്യ് മൊത്തത്തിലൊന്ന് പരത്തി കൊടുക്കണേ. ഈ കയ്യിലിൻ്റെ പുറമേ ഭാഗം നമുക്കൊന്ന് പരത്തി കൊടുക്കണം. നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ശരിക്കൊന്ന് പരത്തിയെടുക്കണം കേട്ടോ.
ശരിക്കും അമർത്തി പരത്തി കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് നമുക്ക് അങ്ങനെ വെക്കണേ. എന്നിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. അപ്പം അതേ നമ്മളൊരു 10 മിനിറ്റ് ഇങ്ങനെ വെച്ച് അപ്പം അത്യാവശ്യം ചൂടാറിയിട്ടുണ്ട് കേട്ടോ. മാറിയിട്ടില്ലെങ്കിലും നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉള്ള ഒരു പലഹാരമാണിത് കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ. അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. നല്ല പെർഫെക്റ്റായി വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങളെല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ. അസ്സലാമു അലൈക്കും.